Sem 1 BCom Dimensions and Methodology of Business Studies എന്നതിന്റെ ഒന്നാമത്തെ മോഡ്യൂളിലെ ഒന്നാമത്തെ യൂണിറ്റ് ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്, ബിസിനസ്സും അതിന്റെ പരിസ്ഥിതിയും എന്നതാണ്. ഇതിൽ ആദ്യം എന്താണ് ബിസിനസ് എന്ന് മനസ്സിലാക്കണം. ഡിഫൈൻ ബിസിനസ്. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. അതിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുഡ്സിന്റെയും സർവീസസിന്റെയും പർച്ചേസും എക്സ്ചേഞ്ചും സെയിലും പ്രൊഡക്ഷനും ഒക്കെ നടക്കാം. അപ്പോൾ ചിലപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കാം അതിൻ്റെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെയിൽ നടത്തുക. ചിലപ്പം നമ്മൾ വാങ്ങിയിട്ടായിരിക്കാം ഗുഡ്സ് ആൻഡ് സർവീസസ് വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടായിരിക്കാം അതിൻ്റെ എക്സ്ചേഞ്ച് ഓർ സെയിൽ നടത്തുക. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം, ദ പർപ്പസ് ഓർ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്. അങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്ന പർപ്പസോട് കൂടിയിട്ട് റെഗുലർ ആയിട്ട് ഈ നടത്തുവാണെങ്കിൽ, ഒരു റെഗുലർ ബേസിസിൽ നടത്തണം എങ്കിലാണ് ബിസിനസ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ളത് ബിസിനസ് നമുക്ക് വിളിക്കാം. ഇതാണ് ബിസിനസിന്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാം. ബിസിനസിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. രണ്ടാമത് ഇതിനകത്ത് എന്തൊക്കെയോ വരുന്നുണ്ട്. ഗുഡ്സിന്റെ മാനുഫാക്ചർ ചെയ്തിട്ട് ഗുഡ്സിന്റെയും സർവീസസിനെയും നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ഓർ എക്സ്ചേഞ്ച് നടത്താം. അല്ലെങ്കിൽ വേറെ കമ്പനിക്കാരുടെ കയ്യിൽ നിന്നോ ബിസിനസിന്റെ കയ്യിൽ നിന്നോ പ്രൊക്യൂർ ചെയ്തിട്ട് നമുക്കത് സെയിൽ ഓർ എക്സ്ചേഞ്ച് നടത്താം. അതായത് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കൽ, ആർജിക്കൽ. മൂന്നാമത് ദ എക്സ്ചേഞ്ച് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യാവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗുഡ്സിന്റെയും സർവീസസിന്റെയും എക്സ്ചേഞ്ചും സെയിലും നടക്കുക. നാലാമത് ഗുഡ്സ് സർവീസസ് അത് ഡീൽ ചെയ്യുന്നത് ഡെയിലി ബേസിസിലായിരിക്കണം. അതുപോലെ തന്നെ അഞ്ചാമത് പ്രോഫിറ്റ് ഏർണിംഗ് ആണ് നമ്മുടെ ലക്ഷ്യം. ആറാമത് നമുക്ക് റിട്ടേണിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. ചിലപ്പോൾ ലാഭം കിട്ടും, ചിലപ്പോൾ നഷ്ടം കിട്ടും. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചുള്ള വരുമാനമാണ് അല്ലേ. ഇനി ബിസിനസ് എൻവയോൺമെന്റ് എന്താണ് എന്നതാണ് നമ്മുടെ ടോപ്പിക്ക് അഥവാ ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ കണ്ടന്റ്. സോ ബിസിനസ് എൻവയോൺമെന്റ് മീൻസ് ദ അഗ്രഗേറ്റ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്നല്ല, ഏത് ജീവിയുടെയും, ഒരു പക്ഷിയുടെ ആയാലും മത്സ്യത്തിന്റെ ആയാലും അതിന്റെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് ജീവിക്കുന്ന ആ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ്, അത് ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഏത് പ്രതികൂല സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നത് അതിനെ സ്വാധീനിക്കും എന്നർത്ഥം. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഏത് ജീവിയെ സംബന്ധിച്ചു. നമ്മൾ അതുപോലെ തന്നെ നോക്കാം ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസിനെ ബാധിക്കുന്ന ഇന്റേണലും എക്സ്റ്റേണലുമായ എല്ലാ ഫാക്ടേഴ്സിന്റെയും സം ടോട്ടലാണ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസിനെ ബാധിക്കുന്ന ആഭ്യന്തരവും ബാഹ്യവുമായ എല്ലാത്തിൻ്റെയും ആകെത്തുകയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, മാനേജ്മെന്റ്, ക്ലയൻസ്, ഓണേഴ്സ്, ഗവൺമെന്റ്, പുതിയ നാട്ടിൽ നടക്കുന്ന കണ്ടുപിടുത്തങ്ങളും പുതിയ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും സമൂഹത്തിലുണ്ടാകുന്ന പുതിയ ട്രെൻഡുകൾ, മാർക്കറ്റിലുണ്ടാകുന്ന പുതിയ ട്രെൻഡുകൾ, പൊതുവെ സാമ്പത്തിക രംഗത്ത് എക്കണോമിയിലുണ്ടാകുന്ന ചേഞ്ചസ്, ഡിപ്രഷൻ, ബൂം അതായത് മാന്ദ്യം അല്ലെങ്കിൽ ബിസിനസ് രംഗത്തുള്ള കുതിപ്പ്, ഇതൊക്കെ അതിനാണുള്ള ബൂം എന്ന് പറയുന്നത്. ബിസിനസ് രംഗത്തുണ്ടാകുന്ന മാന്ദ്യത്തെയാണ് നമ്മൾ ഡിപ്രഷൻ. ഇതൊക്കെ തീർച്ചയായിട്ടും ബിസിനസ്സിനെ നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള കുറേ ഫാക്ടേഴ്സിന്റെ ലിസ്റ്റാണ് പറയുന്നത്. എന്തായാലും ഈ ദീസ് ഫാക്ടേഴ്സ് അഫക്ട് ദ ഫങ്ഷൻ ഓഫ് ദ കമ്പനി ഓർ ബിസിനസ് ആൻഡ് ഹൗ അവർ കമ്പനി വർക്ക്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നമ്മുടെ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നതിനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. സം ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് ദ ബിസിനസ് ഓർഗനൈസേഷൻസ്, എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻസ്. ഇത്തരം ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെ എൻവയോൺമെന്റിനെയും കണ്ടീഷൻസിനെയൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസ് എൻവയോൺമെന്റ് മനസ്സിലായാൽ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി, അവസരം മനസ്സിലാക്കാൻ സാധിക്കും. ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്, നമുക്ക് പറ്റിയ റിസോഴ്സസ് തന്നെ നമുക്ക് ഇണങ്ങിയ വിഭവങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾക്ക് ബിസിനസ്സിനെ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നത്, നല്ലതായിട്ട് നമ്മുടെ ബിസിനസിന്റെ പരിസരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ബിസിനസിന്റെ ആക്ടിവിറ്റിയെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബിസിനസിന്റെ ഓവറോൾ പെർഫോമൻസിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ബിസിനസിന്റെ ഗ്രോത്ത് ഉണ്ടാവും, ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി ഉയരും. അങ്ങനെ നോക്കുമ്പോൾ there are various types of business environments like micro environment and macro environment. ബിസിനസ് എൻവയോൺമെന്റ് പലതരമുണ്ട്.
മൈക്രോ എൻവയോൺമെന്റും ഉണ്ട്, മാക്രോ എൻവയോൺമെന്റും ഉണ്ട്. മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിസ്ഥിതി, മാക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകമാനമുള്ളത്, സ്ഥൂലം. അതായത് നമ്മുടെ ഒറ്റപ്പെട്ട സ്ഥാപനത്തിന്റെ കാര്യം പറയുന്നത് പലപ്പോഴും മൈക്രോ ആണ് അല്ലെ, മൈക്രോ എലമെന്റ് എന്ന് പറയും, ഒറ്റപ്പെട്ട യൂണിറ്റുകളെ കുറിച്ചുള്ള വിഷയങ്ങൾ. എന്നാൽ മൊത്തത്തിലുള്ള സമൂലമായ രാജ്യത്തെമ്പാടുമുള്ള കാര്യങ്ങൾ മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോകത്തെമ്പാടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ ബിസിനസിന്റെ മാക്രോ എൻവയോൺമെന്റ് ആണ്. ഇനി നമുക്ക് മറ്റൊന്ന് പറയാം, ബിസിനസിന്റെ എൻവയോൺമെന്റിന്റെ നേച്ചറിനെ കുറിച്ച്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമാണ്. നൂറുകൂട്ടം കാര്യങ്ങൾ അതിനകത്ത് കൂടി കുഴഞ്ഞു കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ബിസിനസ് എൻവയോൺമെന്റിനെ സ്വാധീനിക്കുന്ന കണ്ടീഷൻസ്, ബിസിനസ് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടറുമായി കണക്റ്റഡ് ആണ്. എന്തായാലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബിസിനസ്സിന്മേൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നർത്ഥം. അതുകൊണ്ടാണ് ഇത് വളരെ കോംപ്ലക്സ് ആയൊരു വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിന് നടുക്കാണ് ബിസിനസ് കിടക്കുന്നത്. ഗവൺമെന്റ് മാറ്റമായാലും പോളിസി ചേഞ്ച് ആയാലും അല്ല, ലോകത്തെമ്പാടും ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളായാലും ശരി, സമൂഹത്തിലുണ്ടാകുന്ന പകർച്ചവ്യാധികളോ കോവിഡ് പോലുള്ള മഹാമാരികളായാലും ശരി, ഇതിലെല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ അല്ലെങ്കിൽ നിയമങ്ങളായാലും ശരി, അല്ലെങ്കിൽ പുതിയ കോടതി വിധികളായാലും ശരി, ഇതൊക്കെ ബിസിനസ് എൻവയോൺമെന്റിനെ ആകെ മാറ്റിമറിക്കും. രാജ്യത്തുണ്ടാകുന്ന വരൾച്ച, ഡ്രൗട്ട് അല്ലെങ്കിൽ ഫ്ലഡ്, അങ്ങനെയുള്ള പ്രതിസന്ധികള്, കാർഷിക വിളകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ ബിസിനസിനെ മാറ്റിമറിക്കും. അതുകൊണ്ട് ഈ നമുക്ക് പറയാൻ സാധിക്കില്ല, ഒരുപാട് കാര്യങ്ങളുടെ സം ടോട്ടലാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ബണ്ടിൽ ഓഫ് പ്രോബ്ലംസോ ബണ്ടിൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസോ ആണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ കോംപ്ലക്സ് ആണ് ബിസിനസ് എൻവയോൺമെന്റിന്റെ നേച്ചർ എന്ന് പറയാൻ സാധിക്കും. മറ്റൊന്ന് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ, ഇക്കണോമിക്, ലീഗൽ, കൾച്ചറൽ, ടെക്നോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സുമായി കണക്റ്റഡ് ആണ്. സോഷ്യൽ ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്, ഇക്കണോമിക് ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്, കൾച്ചറൽ ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നോക്കുക, ഇനി ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയും ഇന്റർ ഡിപ്പെൻഡബിളുമാണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇന്റർ ഡിപ്പെൻഡബിളുമാണ്. ദി ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ കൺട്രി അഫക്ട്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി. നമ്മുടെ രാജ്യത്തിന്റെ ഇക്കണോമിക് സ്റ്റാറ്റസ് നോക്കുക, എങ്ങനെയാണ് ഉണ്ടാവുക? അത് ഇക്കണോമിക് സ്റ്റാറ്റസ് അങ്ങോട്ട് ഉയർന്നാൽ നമ്മുടെ പഴയ ടെക്നോളജിയൊക്കെ നമ്മൾ മാറ്റും അല്ലേ. സാമ്പത്തികമായി ഇന്ത്യ മുന്നേറിയാൽ നമ്മൾ പഴയ ടെക്നോളജികളൊക്കെ മാറ്റി ഏറ്റവും അത്യാധുനിക ടെക്നോളജികളിലൂടെ ഉള്ള പ്രൊഡക്ഷൻ ആയിരിക്കും ഇവിടെ നടത്തുക. സോ അല്ലെ, പഴയ കാലത്ത് നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാളയും കലപ്പയും ആ മെത്തേഡാണ്. പക്ഷെ കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ് ചെയ്യാൻ സാമ്പത്തികമായി മുന്നേറാൻ കഴിഞ്ഞപ്പോഴോ നമുക്ക് ട്രാക്ടറുകൾ ഉപയോഗിച്ചും മറ്റ് പമ്പ് സെറ്റ് ഉപയോഗിച്ചും ഒക്കെ കൃഷി മുന്നേറി. അവിടുന്ന് പിന്നെയും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തികമായ ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണെന്നേ. അപ്പോ എ റിച്ച് കൺട്രി ക്യാൻ മേക്ക് സഫിഷ്യന്റ് എക്സ്പെൻഡിച്ചർ ഓൺ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പുതിയ പുതിയ രംഗത്ത് ഗവേഷണങ്ങൾ നടത്താൻ പണം മുടക്കാനായിട്ട് ഒരു സമ്പന്ന രാജ്യത്തിന് മാത്രമേ കഴിയൂ. അപ്പോ തീർച്ചയായിട്ടും ഇതൊക്കെ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഉയർച്ച പോലും നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിനെ മാറ്റിമറിച്ചേക്കാം. ഇനി ബിസിനസ് എൻവയോൺമെന്റ് വളരെ ഡൈനാമിക് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡൈനാമിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എവർ ചേഞ്ചിങ് ആണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ബിസിനസ് എൻവയോൺമെന്റ് നാളെ ഉണ്ടാവണമെന്നില്ല. പുതിയൊരു ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായാൽ അത് തന്നെ മതി ബിസിനസ് എൻവയോൺമെന്റിനെ മാറ്റിമറിക്കാൻ. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടാനായിട്ടും പുതിയ കമ്പനി നമ്മുടെ രാജ്യത്തേക്ക് ഒരു ഇന്റർനാഷണൽ കമ്പനി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ടാകുന്ന കോമ്പറ്റീഷൻ കൂടും, ബിസിനസ് എൻവയോൺമെന്റ് മാറി. അതുപോലെ തന്നെ നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുമെന്നർത്ഥം. ഡൈനാമിക്കായ ഒരു കാര്യമാണ് ബിസിനസ് എൻവയോൺമെന്റ്. ഈ നിമിഷം പ്രതി മാറുന്നത് കൊണ്ടാണ് അതിനെ എപ്പോഴും മാറുന്നത് എന്ന അർത്ഥത്തിൽ ഡൈനാമിക് എന്ന വാക്ക് പറയുന്നത്. ഡൈനാമിക് ആണ് ബിസിനസ് എൻവയോൺമെന്റ്, അല്ലാതെ സ്റ്റാറ്റിക് അല്ല. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അനങ്ങാതെ നിൽക്കുന്നത്, അങ്ങനെ നിൽക്കുന്നത്. ബിസിനസ് എൻവയോൺമെന്റ് സ്റ്റാറ്റിക് ആണോ? അല്ലേ അല്ല. ബിസിനസ് എൻവയോൺമെന്റ് സ്റ്റാറ്റിക്കിന്റെ ഓപ്പോസിറ്റ് വാക്കാണ്. എന്താണ് സ്റ്റാറ്റിക്കിന്റെ ഓപ്പോസിറ്റ് വാക്ക്? ഡൈനാമിക്. മറ്റൊരു ചോദ്യം ഇതാണ്, ബിസിനസ് എൻവയോൺമെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇന്റർ റിലേറ്റഡ്നെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ പരസ്പരം ബന്ധിതമാണ്, ഒന്ന് മറ്റൊന്നുമായിട്ട് കോ റിലേറ്റഡ് ആണെന്ന് അർത്ഥം ബിസിനസ് എൻവയോൺമെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഗവൺമെന്റിന്റെ കയറ്റുമതി ഇറക്കുമതി നയം മാറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ മാറാൻ പോകണു എന്നുള്ളൊരു ശ്രുതി വരുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇറക്കുമതി യുടെ നയം, ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി അല്ലെങ്കിൽ കയറ്റുമതിയുടെ നയം മാറും എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും അത്
എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയിലുള്ള ബിസിനസ്സുകളെയും ബാധിക്കും. അവർ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുകയോ ഫർദർ പ്രൊഡക്ഷൻ നടത്തുകയോ ചെയ്യുന്ന മറ്റു കമ്പനികളുടെയോ പ്രോഡക്റ്റുകളുടെയോ ഒക്കെ വിലയിലും കൺസ്യൂമേഴ്സിന്റെ കൺസംഷൻ ബിഹേവിയറിലും പാറ്റേണിലും ഒക്കെ മാറ്റം ഉണ്ടാവും. സോ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു പല കാര്യങ്ങളുമായി കണക്റ്റഡ് ആണെന്നർത്ഥം. സ്വാഭാവികമായിട്ടും പല കമ്പനികളുടെയും ബിസിനസ് ഉയരുകയോ താഴുകയോ ഒക്കെ ചെയ്തേക്കാം എന്നർത്ഥം. സോ ഇന്റർറിലേറ്റഡ് ആണ്, പല കാര്യങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. മറ്റൊന്ന് ഇമ്പാക്റ്റ് ആണ്. ബിസിനസ് എൻവയോൺമെന്റിന് ഒരേ സമയം ലോങ് ടേം ഇമ്പാക്റ്റും ഉണ്ട്, ഷോർട്ട് ടേം ഇമ്പാക്റ്റും ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഹ്രസ്വ നാളുകളിലേക്കുള്ള പ്രത്യാഘാതവും ദീർഘനാളുകളിലേക്കുള്ള പ്രത്യാഘാതവും ഉണ്ട്. ബിസിനസ് എൻവയോൺമെന്റ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നത് പല കമ്പനികളിൽ ഒരേ സമയം തന്നെ ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ പല കമ്പനികളിൽ പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയാണ്, അനിശ്ചിതാവസ്ഥയാണ്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ലാർജ്ലി അൺസർട്ടൻ ആണെന്ന് പറയാം. കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ, എസ്പെഷ്യലി വെൻ ബിസിനസ് എൻവയോൺമെന്റ് ചേഞ്ചസ് അല്ലെങ്കിൽ സോ മെനി എൻവയോൺമെന്റൽ ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് ടു ഫ്രീക്വന്റ്ലി. ഒരുപാട് അതിവേഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ, ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ തീർച്ചയായിട്ടും അത് ബിസിനസ് എൻവയോൺമെന്റിനെ ബാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ദെൻ റിലേറ്റിവിറ്റി, ബിസിനസ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു ലാസ്റ്റ് പോയിന്റ് ആണ്. ഇറ്റ് ഈസ് റിലേറ്റീവ് കോൺസെപ്റ്റ്. നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ് എൻവയോൺമെന്റ് അല്ല അമേരിക്കയിലേത്, ഇതല്ല സൗദി അറേബ്യയിലെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻസും അവിടുത്തെ ജനങ്ങളുടെ കൾച്ചറും അവിടുത്തെ ഇപ്പോഴത്തെ ട്രെൻഡും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ നാട്ടിലും ബിസിനസ് എൻവയോൺമെന്റ് അവിടുത്തെ കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ലോകത്തെല്ലായിടത്തും ഒരുപോലെ ആണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയേയില്ല. അത് കുറേയൊക്കെ റിലേറ്റീവ് ആണ്. സിമിലർലി സാരിക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പോലെ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഉണ്ടാകണം എന്നില്ല. അതാണ് പറയുന്നത്. കാരണം ഫ്രാൻസിൽ അങ്ങനെയൊന്നും ഇല്ല. ഇത്തരം നമ്മളുടെ ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സിന് റിക്വയർമെന്റ് ഇത്തരം രാജ്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇനി ബിസിനസ് എൻവയോൺമെന്റിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ്? സം ഓഫ് ദ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് എൻവയോൺമെന്റ്. ഒന്ന്, ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ പഠിച്ചിരുന്നാൽ, മനസ്സിലാക്കിയിരുന്നാൽ ഒരു ബിസിനസ്സുകാരന് കസ്റ്റമറെ ഫോക്കസ് ചെയ്യാൻ നേരത്ത് ആ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അയാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും വളരെ സെൻസിറ്റീവാണ്, മാറ്റങ്ങളോട് ഉടൻ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അവരുടെ നീഡ്സ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചേഞ്ച് ചെയ്യുന്നത് കാണുമ്പോൾ ഫീൽഡിന്റെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഫാഷനും പുതിയ പ്രോഡക്റ്റുകളും പുതിയ ഡിസൈനും ഒക്കെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ആ പ്രൊഡ്യൂസർക്ക് സാധിക്കും. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന കമ്പനി, അതുപോലെ തന്നെ FMCG കമ്പനികൾ ഒക്കെ തീർച്ചയായിട്ടും ഈ ഷാമ്പു ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സാഷേ പാക്കറ്റുകൾ ഇറക്കാൻ തുടങ്ങി. കാരണം അത്തരം പാക്കറ്റുകൾക്ക് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടെന്ന് തിരിച്ചറിവാണ്. അപ്പോഴേക്കും ഇവരുടെ സെയിൽസ് വല്ലാതെ ബൂസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് കയറി കച്ചവടം. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്, ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയാൽ പരിസരം ആളുകളെ സ്റ്റഡി ചെയ്യാൻ സാധിക്കും. എൻവയോൺമെന്റ് സ്റ്റഡി ചെയ്താലേ സാധിക്കുകയുള്ളൂ അല്ലേ. ഇനി സ്ട്രാറ്റജി ഫോർമുലേഷന് സാധിക്കും ബിസിനസ് എൻവയോൺമെന്റിലെ കുറിച്ചുള്ള പഠനം. എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് പ്രൊവൈഡ്സ് റെലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ബിസിനസ് എൻവയോൺമെന്റ്. സച്ച് ഇൻഫർമേഷൻ സെർവ്സ് ആസ് ദ ബേസിസ് ഓഫ് സ്ട്രാറ്റജി മേക്കിംഗ്. നമ്മുടെ ബിസിനസിന്റെ സ്ട്രാറ്റജി മേക്കിങ്ങിന് ഇത് വളരെ സഹായകരമാണ്. ITC ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വളരെ ഇന്റർനാഷണലി വളരെ വൈഡ് സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഒരുപാട് പേർക്ക് തൊഴിൽ ഒരേ സമയം കിട്ടി, എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ITC തീർച്ചയായിട്ടും ഇന്ത്യയിൽ കുറച്ചധികം ഹോട്ടൽ ഇൻഡസ്ട്രീസ് പുതിയതായിട്ട് തുടങ്ങാനായിട്ട് അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞിരുന്നത്. ITCയുടെ വലിയ ഹോട്ടലുകൾ. ഇനി പബ്ലിക് ഇമേജ് ആണ്. എ ബിസിനസ് ഫേം ക്യാൻ ഇംപ്രൂവ് ഇറ്റ്സ് ഇമേജ് ബൈ showing that it is sensitive to its environment and responsive to the aspirations of public. അതൊരു ബിസിനസ് എൻവയോൺമെന്റ് നിത്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്നുമല്ല, ഞാൻ ഈ ഫീൽഡ് അപ്പോഴുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള പ്രോഡക്റ്റും സർവീസും തരാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഡിംഗ് ഫേമുകളാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, ഇങ്ങനെയുള്ളവരൊക്കെ. ഇവരൊക്കെ ഗുഡ് പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുത്തേക്കണെന്ന് ഫീൽഡിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും പെട്ടെന്ന് അവർ എന്ത് ചെയ്യാണ്, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് എൻവയോൺമെന്റിൽ പുതിയ പോസിറ്റീവായ റെസ്പോൺസ് കാണുമ്പോൾ
ആളുകൾ മനസ്സിലാക്കും, നല്ല ടോപ്പ് കമ്പനിയാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ഈ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത്.